ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള പ്രശസ്തമായ രഥയാത്രയ്ക്ക് തുടക്കം. ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന പരിപാടിയാണ് പുരി രഥയാത്ര. ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള 3 വിഗ്രഹങ്ങൾ 3 രഥങ്ങളിലായി പുരിയിലെ തെരുവുകളിലൂടെ എഴുന്നള്ളിക്കും. കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ചേർന്നത്. ശ്രീജിത്ത്, ലക്ഷക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന പരിപാടിയാണ് പുരി രഥയാത്ര. എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? അതിന് നിരവധിയായ ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ അതിൽ വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളും ആവശ്യമുണ്ടല്ലോ. അതൊക്കെ ഏത് തരത്തിലാണ്? സംഗീത തീർച്ചയായും ഒരുപക്ഷെ മഹാകുംഭമേള കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ വലിയ ആഘോഷങ്ങളിലൊന്ന്, വിശ്വാസങ്ങളിലൊന്ന് തന്നെയാണ് ഒഡീഷയിലെ പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര. അതേതാണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ആ ഒരു വിശ്വാസമാണ് അതിനുള്ളത്. ജഗന്നാഥനും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ബലഭദ്രനും സഹോദരിയായ സുഭദ്രയും നാട്ടിലേക്ക്, തെരുവുകളിലേക്ക്, ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ ഈ 3 വിഗ്രഹങ്ങളും 3 രഥത്തിലായി ഏതാണ്ട് 3 കിലോമീറ്റർ അകലെയുള്ള ഗുണ്ടിച്ച ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഇനി ജൂലൈ 4-നാണ് ഈ ക്ഷേത്രത്തിൽ നിന്ന്, ഗുണ്ടിച്ചയിലെ ക്ഷേത്രത്തിൽ നിന്നും ഇത് തിരിച്ചു വരുന്നത്. അങ്ങനെ വലിയ ഏതാണ്ട് 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷവും വിശ്വാസവും ഒക്കെ തന്നെയാണിത്. സമുദ്രതീരത്തായതിനാൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 10,000-ലധികം പോലീസുകാരും അതിനനുസരിച്ചുള്ള ക്യാമറ സംവിധാനങ്ങളും ഒക്കെയാണുള്ളത്. ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുന്നു എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. കേന്ദ്രമന്ത്രിമാരടക്കം പങ്കെടുക്കുന്നുണ്ട്, മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ വലിയ അർത്ഥത്തിൽ, വിശാലാടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ വലിയ ആഘോഷങ്ങളിലൊന്ന്, ഇന്ത്യയിലെ വലിയ വിശ്വാസങ്ങളിലൊന്ന് എന്നുള്ളതാണ് ഈ രഥയാത്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമാനമായി ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇന്ന് അഹമ്മദാബാദിൽ രഥയാത്രയുണ്ട്. ഇത് ആഷാഢ മാസവുമായി ബന്ധപ്പെട്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലുള്ള ആഘോഷവും വിശ്വാസവും തന്നെയാണിത്. എന്തായാലും ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുന്ന ഇന്ത്യയിലെ വലിയ പരിപാടികളിലൊന്നാണ് ഒഡീഷയിലെ പുരിയിലെ രഥയാത്ര എന്ന് വേണം കാണാൻ. മുഖ്യമന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. സംഗീത. ശരി ശ്രീജിത്ത്.